ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ DLED ICT പ്രാക്ടിക്കൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഫെറ്റ് സോഫ്റ്റ്വെയറിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഫെറ്റ് എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയറിൽ കപ്പാസിറ്റർ ലാബ് എന്ന സിമുലേഷനിൽ ബൈ ഗ്രേഡ് ലെവൽ മിഡിൽ സ്കൂൾ, അപ്പോൾ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത് അതിൻ്റെ ഒരു ഹിൻറ്റ്സ് ആണ്. മൾട്ടിപ്പിൾ കപ്പാസിറ്റേഴ്സ് സെലക്ട് ചെയ്യുക. ഇതിൽ സർക്യൂട്ട്സ് 3 ഇൻ പാരലലായി ക്രമീകരിക്കുക. പ്ലേറ്റ് ചാർജസ് വ്യൂവിൽ ടോട്ടൽ കപ്പാസിറ്റൻസ് സെലക്ട് ചെയ്യുക. C1ൻ്റെ കപ്പാസിറ്റൻസ് 1.80 ഇൻറ്റു 10⁻13 F ആയി ക്രമീകരിക്കുക. സ്റ്റോർഡ് എനർജി 1.5 വോൾട്ടായി ക്രമീകരിക്കുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി ഹോം ഫോൾഡറിലെ DLED പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. അപ്പോൾ ഈ ചോദ്യം ചെയ്യുന്നതിനായി നമുക്ക് ചോദ്യം ഒന്ന് മിനിമൈസ് ചെയ്യാം. അതിനുശേഷം ഫെറ്റ് ഓപ്പൺ ചെയ്യാം. ഫെറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ, സ്കൂൾ റിസോഴ്സസ്, ഫെറ്റ് ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ഫെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഫെറ്റാണ്. അപ്പോൾ നമ്മൾ ITT സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ് ഫെറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൽ പ്ലേ വിത്ത് സിമുലേഷൻസ് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ചോദ്യത്തിലൊരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. ബൈ ഗ്രേഡ് ലെവലിൽ മിഡിൽ സ്കൂളിലാണ് കപ്പാസിറ്റർ ലാബ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷനിലൂടെ പോവാം. ഇവിടെയാണ് ബൈ ഗ്രേഡ് ലെവൽ ഉള്ളത്. നമ്മൾ കഴ്സർ ശ്രദ്ധിക്കണം. ഇവിടെയാണ്, ഈ ഭാഗത്താണ് ബൈ ഗ്രേഡ് ലെവൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എലമെൻ്ററി സ്കൂൾ, മിഡിൽ സ്കൂൾ, ഹൈസ്കൂൾ, യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മിഡിൽ സ്കൂൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനാണ്. മിഡിൽ സ്കൂളിൽ ഇവിടെ ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും അതിൻ്റെ ഓരോ ലാബുകളും സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ C എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമുക്കൊന്ന് പോവാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കപ്പാസിറ്റർ ലാബ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ കപ്പാസിറ്റർ ലാബിൽ നമ്മളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കപ്പാസിറ്റർ ലാബിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്ലേ ബട്ടൺ പോലെയുള്ള ഈ ഐക്കണിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളോട് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഓപ്പൺ JDK Java 11 റൺ ടൈം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. ജസ്റ്റ് നമ്മളതൊന്നും നോക്കണ്ട, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കപ്പാസിറ്റർ ലാബിൻ്റെ വിർച്വൽ ലാബ് ഇവിടെ ഓപ്പണായി വരുന്നതായിരിക്കും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മൾട്ടിപ്പിൾ കപ്പാസിറ്റേഴ്സ് സെലക്ട് ചെയ്യുക എന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് മൾട്ടിപ്പിൾ കപ്പാസിറ്റേഴ്സ് എന്ന ഭാഗമുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കപ്പാസിറ്റൻസ് സെലക്ട് ചെയ്തതിന് ശേഷം C1ൻ്റെ കപ്പാസിറ്റൻസ് 1.80 ഇൻറ്റു 10⁻13 F ആയി ക്രമീകരിക്കാനാണ്. അപ്പോൾ ഇവിടെ അതിന് മുമ്പ് സർക്യൂട്ട്സ് 3 ഇൻ പാരലലായി ക്രമീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്ലേറ്റ് ചാർജസ് വ്യൂവിൽ ടോട്ടൽ കപ്പാസിറ്റൻസ് സെലക്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളെ സർക്യൂട്ട്സ് വരുന്നത്. ഇതിൽ 3 ഇൻ പാരലലാണ് നമ്മളോട് സജ്ജീകരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3 ഇൻ പാരലൽ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതുപോലെ ഇവിടെ മീറ്റേഴ്സിലാണ് നമുക്ക് ടോട്ടൽ കപ്പാസിറ്റൻസ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടിക്ക് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ടോട്ടൽ കപ്പാസിറ്റൻസ് വ്യൂ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ C1ൻ്റെ, ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ C1ൻ്റെ കപ്പാസിറ്റൻസ് 1.80 ഇൻറ്റു 10⁻13 ആക്കണം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്തിട്ടാണ് ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. ഇതിൻ്റെ അടിയിൽ ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്ക് ഇവിടെ അതിൻ്റെ വാല്യൂ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പതുക്കെ നീക്കി 1.80 എത്തിച്ചിട്ടുണ്ട്, 1.80 എത്തിച്ചിട്ടുണ്ട്. ഇവിടെ മൗസ് വളരെ സ്ലോയിലേ നമ്മൾ നീക്കാൻ പാടുള്ളൂ, എങ്കിലേ കറക്റ്റ് വാല്യൂ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ കപ്പാസിറ്റൻസ് അതിനനുസരിച്ച് ചേഞ്ച് ആവുന്നത് നമുക്ക് കാണാം. ഇനി ഇവിടെ സ്റ്റോർഡ് എനർജി 1.5 വോൾട്ടായി ക്രമീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റോർഡ് എനർജി എന്ന് പറയുന്നത് നമ്മളെ ഇവിടുത്തെ ബാറ്ററിയുടെ വോൾട്ടേജ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ അതും ഡ്രാഗ് ചെയ്തുകൊണ്ട് 1.5ലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ 1.5 വോൾട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി ഹോം ഫോൾഡറിലെ DLED പ്രൊഡക്ട്സിൽ സേവ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. നമ്മളെ കീബോർഡ് വഴി പ്രിൻ്റ് സ്ക്രീൻ എടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പിക്ചേഴ്സ് എന്ന ഫോൾഡറിൽ പോയി റീനെയിമൊക്കെ ചെയ്തിട്ട് വേണം നമ്മളെ ഫോൾഡറിലേക്ക് മാറ്റാൻ. നമുക്ക് എളുപ്പം ചെയ്യാൻ കഴിയുന്നത് ആപ്ലിക്കേഷൻ ആക്സസറീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ലഭ്യമാവും. അപ്പോൾ ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മുകളിൽ കിടക്കുന്ന വിൻഡോ മാത്രമാണ് സ്ക്രീൻഷോട്ടായിട്ട് വേണ്ടുള്ളൂ.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രാബ് ദ കറൻറ്റ് വിൻഡോ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കൊടുക്കുക. അതിനുശേഷം ടേക്ക് സ്ക്രീൻഷോട്ട്, ഇവിടെ ടേക്ക് സ്ക്രീൻഷോട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് ലഭ്യമാവുക. ഓക്കെ, ഇതിൽ നമുക്ക് ആദ്യം നമ്മൾ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പറയുന്ന പേര് നൽകണം. അപ്പോൾ നമ്മൾ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻ Q5 എന്ന് കൊടുക്കുന്നു, ക്വസ്റ്റ്യൻ നമ്പറായി Q5 എന്ന് കൊടുക്കുന്നു. ഇനി നമുക്ക് സേവ് ഇൻ ഫോൾഡറിൽ ഇവിടെ നമുക്ക് അതറിലാണ് പോകേണ്ടത്. ഇവിടെ ഓൾറെഡി DLLയുടെ പ്രൊഡക്ട്സ് ഉണ്ട്, എങ്കിലും നമുക്ക് ചിലപ്പോൾ ഫോൾഡർ മാറി വന്നേക്കാം. അപ്പോൾ അതർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. നമ്മൾ ഇവിടെ നിന്നാണ് അതർ എടുത്തത്. ഈ സേവ് ഇൻ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതറിൽ പോകുന്നു. അവിടെ നമുക്ക് ഹോം കാണാം. ഹോമിനകത്ത് DLLയുടെ പ്രൊഡക്ട്സ് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഓപ്പണിൽ ക്ലിക്ക് ചെയ്യാം, ഓപ്പൺ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ സേവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ DLLയുടെ പ്രൊഡക്ട്സിനകത്തോട്ട് സേവ് ആയിട്ടുണ്ടാവും. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. ഇത് മിനിമൈസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഹോം ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് DLLയുടെ പ്രൊഡക്ട്സിനകത്തേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം. നമ്മൾ അവിടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സേവ് ചെയ്ത ആ ഭാഗം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫെറ്റിൽ നിന്നുള്ള മറ്റൊരു ചോദ്യം ശ്രദ്ധിക്കാം. ഫെറ്റ് എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയറിൽ കളർ വിഷൻ എന്ന സിമുലേഷൻ ബൈ ഗ്രേഡ് ലെവൽ എലമെൻ്ററി സ്കൂൾ RGB ബൾബ്സ് സെലക്ട് ചെയ്യുക. വ്യക്തിയുടെ തലച്ചോറിൽ ആകാശ നീല നിറം അഥവാ സ്കൈ ബ്ലൂ പതിയത്തക്ക രീതിയിൽ പ്രകാശം ക്രമീകരിക്കുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി ഹോം ഫോൾഡറിലെ DLLയുടെ പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യാനായി നമുക്ക് ചോദ്യം ഒന്ന് മിനിമൈസ് ചെയ്യാം. അതിന് ശേഷം ആപ്ലിക്കേഷൻ സ്കൂൾ റിസോഴ്സസ് ഫെറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഫെറ്റ് സിമുലേഷൻ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം പ്ലേ വിത്ത് സിമുലേഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അതിനകത്ത് നമ്മളെ ചോദ്യത്തിൽ ഹിൻസ് തന്നിട്ടുള്ളത് പോലെ ബൈ ഗ്രേഡ് ലെവലിൽ എലമെൻ്ററി സ്കൂളിലാണ് കളർ വിഷൻ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ബൈ ഗ്രേഡ് ലെവലിൽ എലമെൻ്ററി സ്കൂൾ എന്നത് സെലക്ട് ചെയ്യുന്നു. ഇതിനകത്ത് നമുക്ക് എടുക്കേണ്ടത് കളർ വിഷൻ എന്ന് പറയുന്ന സിമുലേഷനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിലെ സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കളർ വിഷൻ എന്ന് പറയുന്ന സിമുലേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. കളർ വിഷനിൽ നമ്മളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്തതുപോലെ ഈ പ്ലേ ബട്ടണിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായി ആ സിമുലേഷൻ നമുക്ക് തുറന്നു വരുന്നതായിട്ട് കാണാം. ഇനി നമ്മളെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് RGB ബൾബ് സെലക്ട് ചെയ്യാനാണ്. ഇവിടെ നമുക്ക് RGB ബൾബ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്ത് വീണ്ടും ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് 3 ലൈറ്റുകളും ഒരു ആളുടെ രൂപവും ഇവിടെ കാണുന്നുണ്ട്. ഇനി നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വ്യക്തിയുടെ തലച്ചോറിൽ സ്കൈ ബ്ലൂ പതിയത്തക്ക രീതിയിൽ പ്രകാശം ക്രമീകരിക്കണം. അപ്പോൾ നമുക്ക് പ്രകാശം ക്രമീകരിച്ച് നോക്കാം. ആദ്യം നമ്മൾ ബ്ലൂ ലൈറ്റ് ഇവിടെ പ്രകാശിപ്പിക്കുകയാണ്. നമ്മൾ അതിനെ ഡ്രാഗ് ചെയ്തിട്ട് അതിൻ്റെ ലൈറ്റ് ഒന്ന് സ്വല്പം കൂട്ടുന്നുണ്ട്. അതുപോലെ ഗ്രീൻ ലൈറ്റും നമ്മളിവിടെ സ്വല്പം കൂട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ സ്കൈ ബ്ലൂ കളറായിട്ടുണ്ട്. ഇനി റെഡ് നമ്മൾ വർദ്ധിക്കുമ്പോഴേക്കും അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവും. അപ്പോൾ റെഡ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ബ്ലൂവും ഗ്രീനുമാണ്. ഈ ബ്ലൂവും ഗ്രീനും കൂടി മിക്സ് ചെയ്യുമ്പോൾ ആകാശ നീല നിറമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി DLLയുടെ പ്രൊഡക്ട്സിലേക്ക് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ആക്സസറീസ് സ്ക്രീൻഷോട്ട് എന്ന രീതിയിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. അതിനുശേഷം ഗ്രാബ് ദ കറൻറ്റ് വിൻഡോ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ടേക്ക് സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതിന് നമ്മൾ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ രജിസ്റ്റർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പറായി നമ്മൾ Q5 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി അതിനുശേഷം ഇവിടെ സേവ് ഇൻ ഫോൾഡറിനകത്തേക്ക് പോയി അതർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഹോം സെലക്ട് ചെയ്ത് അതിൽ DLLയുടെ പ്രൊഡക്ട്സ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഓപ്പണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് ഈ ചോദ്യത്തിൽ ചെയ്യാനുള്ളത്. ഇനി നമ്മൾ സ്ക്രീൻഷോട്ട് സേവ് ചെയ്തത് DLLയുടെ പ്രൊഡക്ട്സിൽ ലഭ്യമായിട്ടുണ്ടോ എന്ന് നമ്മൾ ഹോമിൽ DLLയുടെ പ്രൊഡക്ട്സ് എടുത്ത് നോക്കിയിട്ട് പരിശോധിക്കുന്നു. ഇവിടെ നമ്മൾ സേവ് ചെയ്ത ഫയൽ ലഭ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് ഫെറ്റിൽ നിന്നുള്ള മറ്റൊരു ചോദ്യം ശ്രദ്ധിക്കാം. 7ാം ക്ലാസ്സിലെ താപം ഒഴുകുന്ന വഴികൾ എന്ന യൂണിറ്റിലെ താപീയ വികാസം എന്ന ആശയം തിരിച്ചറിയുക എന്ന പഠന നേട്ടം ഉറപ്പിക്കുന്നതിനായി ഫെറ്റ് എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയറിൽ കണ്ടക്ടിവിറ്റി എന്ന സിമുലേഷൻ ബൈ ഗ്രേഡ് ലെവലിൽ ഓൾ സിംസ് എന്ന ഭാഗത്ത്
അത് തന്നിട്ടുണ്ട് അവിടെ ഹിൻസ് ആയിട്ട്. തുറന്ന് ബാറ്ററി വോൾട്ടേജ് 2 ക്രമീകരിച്ച് ഷൈൻ ദ ലൈറ്റ് ആക്കുക. പ്ലാസ്റ്റിക്, മെറ്റൽ എന്നീ മെറ്റീരിയലുകളിലെ വ്യത്യാസം കണ്ടെത്തുക. ഇവയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ _ പ്ലാസ്റ്റിക്, അതുപോലെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ _ മെറ്റൽ എന്നീ ഫയൽ നാമങ്ങളായി ഹോം ഫോൾഡറിലെ DLED പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ 2 സ്ക്രീൻഷോട്ട് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായി ആദ്യം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫെറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യാം. അതിനുവേണ്ടി ചോദ്യം ഒന്ന് മിനിമൈസ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ആപ്ലിക്കേഷൻ, സ്കൂൾ റിസോഴ്സസ്, ഫെറ്റ് എന്ന രീതിയിൽ ഫെറ്റ് സിമുലേഷൻ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു. ഇതിനകത്ത് പ്ലേ വിത്ത് സിമുലേഷൻസ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ നമുക്ക് ന്യൂ സിംസിൽ ഓൾ സിംസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് വേണ്ടത്. ഇതിൽ സി എന്ന് പറയുന്ന ലെറ്റർ തുടങ്ങുന്ന ഭാഗത്ത് നമുക്ക് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന സിമുലേഷനാണ് നമുക്ക് ആവശ്യമായി വരുന്നത്. ഓക്കെ, നമുക്ക് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന സിമുലേഷൻ ഇവിടെ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടക്ടിവിറ്റിയിൽ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ ഇവിടുത്തെ പ്ലേ ബട്ടണിലും ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ കൊടുത്ത് നമ്മൾ ആ സിമുലേഷൻ വർക്കിംഗ് ആക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ചെയ്യണത് ബാറ്ററി വോൾട്ടേജ് 2 ക്രമീകരിക്കണം. അതിനുശേഷം ഷൈൻ ദ ലൈറ്റ് ആക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ബാറ്ററി വോൾട്ടേജ് എന്ന് പറയുന്ന ഭാഗം ഇതാണ്. ഇവിടെ നമുക്ക് 0 ആണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിവിടെ ആരോ മാർക്ക് ഉപയോഗിച്ചിട്ട് കൂട്ടാം. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ മായ്ച്ചിട്ട് നമ്മൾ 2 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ബാറ്ററി വോൾട്ടേജ് 2 ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഷൈൻ ദ ലൈറ്റ് ആക്കാനാണ്. നമ്മൾ ഈ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുന്നതോടുകൂടി ഇവിടെ ലൈറ്റും വിസിബിൾ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക്കിലും മെറ്റലിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കണ്ടെത്തണം. അപ്പോൾ അതിനാദ്യം നമ്മൾ പ്ലാസ്റ്റിക് ചെയ്യുന്നു. പ്ലാസ്റ്റിക് ചെയ്ത് രജിസ്റ്റർ നമ്പർ _ പ്ലാസ്റ്റിക് എന്ന പേര് കൊടുത്ത് നമ്മൾ സ്ക്രീൻഷോട്ട് സേവ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് എടുക്കാം. പ്ലാസ്റ്റിക്കിൽ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻ, ആക്സസറീസ്, സ്ക്രീൻഷോട്ട് എന്ന രീതിയിൽ നമ്മൾ ഈ വിൻഡോ തുറക്കുന്നു. അതിനകത്ത് ഗ്രാബ് ദ കറൻറ്റ് വിൻഡോ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ടേക്ക് ദ സ്ക്രീൻഷോട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഓൾറെഡി നമ്മൾ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ നമ്മൾ Q5 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും ഒരു _ നമ്മൾ ഇടുകയാണ്. നമുക്ക് ഇവിടെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇവിടെ പ്ലാസ്റ്റിക് എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ പ്ലാസ്റ്റിക് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സേവ് ഇൻ ഫോൾഡറിൽ അവിടുത്തെ ആ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. ഇതിനകത്ത് നമ്മൾ ഹോം ഫോൾഡറിൽ DLED പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഓപ്പണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ പ്ലാസ്റ്റിക് ആണ് ഇപ്പോൾ ചെയ്തത്. ഇനി ഇതേ സമയം നമ്മൾ മെറ്റൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ മെറ്റീരിയൽസിൽ എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ആപ്ലിക്കേഷൻ, ആക്സസറീസ്, സ്ക്രീൻഷോട്ട് എന്ന രീതിയിൽ എടുക്കുന്നു. ഗ്രാബ് ദ കറൻറ്റ് വിൻഡോ, ടേക്ക് സ്ക്രീൻഷോട്ട് എടുക്കുന്നു. അതിനുശേഷം ഇവിടെ സേവ് ഇൻ ഫോൾഡറിനകത്ത് പോയി അതറിൽ പോയി ഹോം ഫോൾഡറിലെ DLED പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഓപ്പൺ കൊടുക്കുന്നു. ഇവിടെ നമുക്ക് പേര് കൊടുക്കേണ്ടതുണ്ട്. നമ്മളത് ജസ്റ്റ് നേരത്തെ മറന്നുപോയതാണ്. അപ്പോൾ നമ്മളിത് മായ്ച്ചിട്ട് .png ഒഴികെയുള്ള ഭാഗം മായ്ച്ചതിന് ശേഷം ഇവിടെ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ നമ്മളിവിടെ Q5 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും _ ഇട്ട് ഇവിടെ നമ്മൾ മെറ്റലാണ്. അപ്പോൾ നമ്മൾ മെറ്റൽ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചോദ്യത്തിൽ ചെയ്യാനുള്ളത്. ഇനി ഈ സ്ക്രീൻഷോട്ടുകൾ DLED പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ ലഭ്യമായിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇതൊന്ന് മിനിമൈസ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ഹോം ഫോൾഡറിലെ DLED പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുള്ള രജിസ്റ്റർ നമ്പർ പ്ലാസ്റ്റിക്കും അതേപോലെ തന്നെ _ മെറ്റലും ഇവിടെ ലഭ്യമായിട്ടുണ്ട്.